കേരളത്തിൻ്റെ വികസന കുതിപ്പിന് ഏറ്റവും പ്രയോജനപ്രദമായ ഫലപ്രദമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കിഫ്ബി പദ്ധതിയുടെ ഷൊർണൂർ മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകൾ നേരത്തെ PWDയുടെ കീഴിലുണ്ടായിരുന്ന ചെർപ്പളശ്ശേരി പെരിന്തൽമണ്ണ റോഡ്, അതുപോലെ തന്നെ ഒറ്റപ്പാലം പെരിന്തൽമണ്ണ റോഡ്, അടയ്ക്കാപുത്തൂർ കല്ലുവഴി റോഡ്, ശ്രീകൃഷ്ണപുരം മുറിയങ്കണ്ണി ചെത്തല്ലൂർ റോഡ്, വാണിയംകുളം പത്തംകുളം റോഡ് തുടങ്ങിയ ഈ റോഡുകൾക്കെല്ലാം കൂടി 140 കോടി രൂപയിലധികം വരുന്ന ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഫലപ്രദമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ അടയ്ക്കാപുത്തൂർ കല്ലുവഴി റോഡും അതുപോലെ തന്നെ ശ്രീകൃഷ്ണപുരം മുറിയങ്കണ്ണി റോഡിൻ്റെയും പ്രവർത്തനം, അടയ്ക്കാപുത്തൂർ കല്ലുവഴി റോഡിൻ്റെ പ്രവർത്തനം പൂർണ്ണമായി പൂർത്തീകരിച്ച് ബഹുമാനപ്പെട്ട മന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്തു. ശ്രീകൃഷ്ണപുരം മുറിയങ്കണ്ണി റോഡിൻ്റെ പ്രവർത്തനം 90% പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വാണിയംകുളം പത്തംകുളം റോഡിൻ്റെ ഫസ്റ്റ് റീച്ച് പ്രവർത്തനം ആരംഭിച്ച് രണ്ടാമത്തെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള ടെൻഡർ നടപടികളിലേക്ക് പോയിരിക്കുകയാണ്. ഒറ്റപ്പാലം നിന്ന് പെരിന്തൽമണ്ണ വരെ പോകുന്ന ഒറ്റപ്പാലം ചെർപ്പളശ്ശേരി റോഡിൻ്റെ ഒറ്റപ്പാലം ടു 0 വരെയുള്ള 11 കിലോമീറ്ററിൻ്റെ ടെൻഡർ നടപടി പൂർത്തിയാക്കി പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നു. 0 to 11 മുതൽ ചെർപ്പളശ്ശേരി വരെയുള്ളതിൻ്റെ ഫസ്റ്റ് ലെയർ പൂർത്തിയാക്കി രണ്ടാമത്തെ ടാറിങ്ങുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനം ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 140 കോടി രൂപയിലധികം വരുന്ന സംഖ്യ ഈ റോഡുകൾക്ക് വേണ്ടി വിനിയോഗിക്കുകയും റോഡുകളൊക്കെ തന്നെ കണ്ണഞ്ചിപ്പിക്കുന്ന രൂപത്തിൽ, അതിശയിപ്പിക്കുന്ന രൂപത്തിൽ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കുകയും ചെയ്യാം. പാലക്കാട് ജില്ലയിൽ തന്നെ ഏറ്റവും മനോഹരമായ ഒരു പട്ടണമായി ചെർപ്പളശ്ശേരി നഗരം മാറാൻ വേണ്ടി പോവാം. ടൗൺ നവീകരണം 33 കോടി രൂപയുടെ പദ്ധതിയാണ് അവിടെ നടക്കുന്നതെന്നർത്ഥം. ഇതിനു പുറമെ വിദ്യാലയങ്ങളുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് ചെർപ്പളശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂള്, അതുപോലെ തന്നെ വെള്ളിനേഴി ഹയർ സെക്കൻഡറി സ്കൂള്, മാരായമംഗലം ഹയർ സെക്കൻഡറി സ്കൂള്, അതുപോലെ തന്നെ ഗണേഷ്ഗിരി സ്കൂളുകൾ, ഈ സ്കൂളുകൾക്കെല്ലാം കൂടി മൊത്തം 10 കോടി രൂപയുടെ ഫണ്ട് അനുവദിക്കുകയും അതിൽ ചെർപ്പളശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ കെട്ടിട നിർമ്മാണം നേരത്തെ പൂർത്തീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മറ്റ് 3 ഗണേഷ്ഗിരി സ്കൂളിൻ്റെ പണി പൂർത്തിയാക്കി മാരായമംഗലം വെള്ളിനേഴിയും നടന്നുകൊണ്ടിരിക്കുകയാണ്.
പുറമെ IPT എന്ന് പറയുന്ന കൊളപ്പള്ളിയിൽ പ്രവർത്തിക്കുന്ന ആ സ്ഥാപനത്തിന് 2.5 കോടി രൂപയുടെ കിഫ്ബി പദ്ധതിയുടെ കെട്ടിട നിർമ്മാണം അവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നർത്ഥം. മറ്റൊരു മേഖല കുടിവെള്ള വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഷൊർണൂരിൽ നേരത്തെ പ്രവർത്തിക്കുന്ന തടയണയിൽ നിന്ന് വെള്ളം ശേഖരിച്ച് ഷൊർണൂരിലെ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലേക്ക് അടിച്ച് ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിലേക്കും വാണിയംകുളം പഞ്ചായത്തിലേക്കും വെള്ളം കൊടുക്കുന്ന പദ്ധതിയാണ്. പക്ഷേ ആ പദ്ധതിയുടെ നിലവിലുള്ളൊരു സ്ഥിതി വെച്ചുകൊണ്ട് ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിൽ പൂർണ്ണമായി വെള്ളം എത്തിക്കാനും കഴിഞ്ഞിരുന്നില്ല. അതുപോലെ തന്നെ വാണിയംകുളത്ത് കൊടുക്കണമെങ്കിലും പുതിയ ടാങ്ക് നിർമ്മാണം ആവശ്യമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായി കുടിവെള്ള മേഖലയിൽ 28 കോടി രൂപയുടെ പദ്ധതി വിഭാവനം ചെയ്ത് അതിൻ്റെ നടപടികളെല്ലാം പൂർത്തിയാക്കി പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി പോവുകയാണെന്നർത്ഥം. മറ്റൊരു പ്രവൃത്തി പട്ടാമ്പി നീള IPT എന്ന് പറയുന്ന ഒരു റോഡാണ്. പട്ടാമ്പിയിൽ നിന്ന് പാലക്കാട്ടേക്ക് വരുന്ന റോഡിൽ നീള ആശുപത്രി മുതൽ ഈ IPT ജംഗ്ഷൻ വരെ ഒരു നിർമ്മാണ പ്രവർത്തനം ദ്രുതഗതിയിൽ നടക്കുന്നുണ്ട്. പട്ടാമ്പി മണ്ഡലം എന്ന നിലയ്ക്ക് വേണമെങ്കിൽ പറയാം. എന്നാൽ IPT മുതൽ കൊളപ്പള്ളി ജംഗ്ഷൻ വരെ ഏറെക്കുറെ 1,800 മീറ്റർ ഇതിൻ്റെ തുടർച്ച എന്ന നിലക്കുള്ള അതിൻ്റെ പ്രവൃത്തി ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ നിർദ്ദേശം കിഫ്ബിയിൽ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നിള IPT റോഡിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്ന മുറക്ക് തന്നെ അതിൻ്റെ തുടർച്ച എന്ന നിലക്ക് ബാക്കി വരുന്ന ഈ കൊളപ്പള്ളി വരെയുള്ള ഭാഗങ്ങൾ ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. എത്രയും വേഗം അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടിയുള്ള സഹായകരമായ നിലപാട് കിഫ്ബിയുടെ ഭാഗത്തു നിന്നുണ്ടാകണം എന്നാണ് പറയാൻ. മറ്റൊന്ന് പട്ടാമ്പിയിൽ നിന്ന് തീരദേശം വഴി പട്ടാമ്പിയിൽ നിന്ന് പുഴ കടന്നാൽ പുതിയ പാലം വരുന്നുണ്ട് അവിടെ നിന്ന് പട്ടാമ്പിയിലേക്ക് കടന്നാൽ പിന്നീട് നമ്പറം വഴി അങ്ങനെ ഓങ്ങല്ലൂർ പഞ്ചായത്ത് വഴി കാരക്കാട് കടന്ന് ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിലേക്ക് വന്ന് കൊച്ചി പാലത്തെ ബന്ധിപ്പിക്കുന്ന പൂർണ്ണമായും തീരദേശ റോഡാണ്. അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടപടിയെല്ലാം പൂർത്തിയാക്കി, സർവേ കഴിഞ്ഞു, ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയാക്കി അതിൻ്റെ പ്രപ്പോസൽ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ വന്നാൽ കുറ്റിപ്പുറത്ത് നിന്ന് നേരെ തീരദേശം വഴി തൃത്താലയിലൂടെ വന്ന് പട്ടാമ്പിയിലേക്ക് കയറി പട്ടാമ്പിയുടെ ഭാഗത്ത് തീരദേശത്ത് കൂടെ വന്ന് ഷൊർണൂർ ബന്ധിപ്പിച്ച് കൊച്ചി പാലത്തിലേക്ക് എത്താൻ കഴിയുന്ന ഒരു റോഡിൻ്റെ പ്രപ്പോസൽ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഉൾപ്പെടുത്തണം എന്നുള്ള അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നർത്ഥം. റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ അതാണ്. അതുപോലെ തന്നെ ആശുപത്രി കിഫ്ബി പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 1,70,00,000 MLA ഫണ്ടും ആ കിഫ്ബി ഫണ്ടും ഉപയോഗിച്ച് ഐസൊലേഷൻ വാർഡ് ചെർപ്പളശ്ശേരി നമ്മുടെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ ഭാഗമായി പ്രവർത്തനം നേരത്തെ ആരംഭിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തുടർ നടപടികൾ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്. അനുബന്ധമായി എക്സ്റേ പ്ലാന്റ് വേറെ MLA ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ ആശുപത്രി രംഗത്ത് 1,70,00,000 ഉപയോഗിച്ച് ഐസൊലേഷൻ വാർഡ് ഫലപ്രദമായി നിർമ്മാണം പൂർത്തിയാക്കി പ്രവർത്തനം ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഇതിൻ്റെ ഭാഗമായി പറയാനുള്ളത്. നിലവിലുണ്ടായിരുന്ന റോഡുകളെല്ലാം കിഫ്ബി പദ്ധതിയുമായി KRFയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റെടുത്ത് അതിൻ്റെ നടപടികൾ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ചിലത് പൂർത്തിയായിട്ടുണ്ട്, ചിലത് പകുതിയായിട്ടുണ്ട്, ചിലത് അടിയന്തരമായിട്ട് പൂർത്തിയാക്കാനുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നു.
പിന്നീട് വിദ്യാലയങ്ങളാണ്. മൊത്തത്തിൽ ഇപ്പോൾ IPT കൂടി വരുമ്പോൾ 12.5 കോടി രൂപ കെട്ടിടങ്ങൾ ആധുനികവൽക്കരിക്കുന്നതിന് വേണ്ടി വിനിയോഗിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന് കുടിവെള്ളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 28 കോടി രൂപയുടെ പദ്ധതി വിഭാവനം ചെയ്തിട്ട് നടപടിയിലേക്ക് കടന്നിട്ടുണ്ട്. മൊത്തത്തിൽ ഷൊർണൂർ മണ്ഡലത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കിഫ്ബി പദ്ധതിയുടെ സഹായത്തോടു കൂടി ഷൊർണൂർ മണ്ഡലത്തിൻ്റെ ഗതാഗത സൗകര്യങ്ങൾ, യാത്രാ സൗകര്യങ്ങൾ, കുടിവെള്ളത്തിൻ്റെ സൗകര്യങ്ങൾ, സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കെട്ടിടങ്ങളുടെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടി ഈ പദ്ധതി കൊണ്ട് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. നേരത്തെയുള്ള 5 കൊല്ലക്കാലത്തിൻ്റെ തുടർന്ന് ആരംഭിച്ച പദ്ധതികളുടെ പൂർത്തീകരണവും പുതിയ പദ്ധതികൾ ഏറ്റെടുത്തുകൊണ്ടും ഷൊർണൂരിൻ്റെ വികസന കുതിപ്പിൽ നിർണായകമായ പങ്ക് വഹിക്കാൻ ഈ കിഫ്ബി പദ്ധതിക്കായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതുകൊണ്ട് കിഫ്ബി പദ്ധതിയെ പ്രയോജനപ്പെടുത്തി ഈ കേരളത്തെ ഒരു പുതിയ കേരളമാക്കി മാറ്റാൻ നടക്കുന്ന ഈ പരിശ്രമത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന കിഫ്ബിയെയും അതിൻ്റെ സംഘാടകരെയും നടത്തിപ്പുകാരെയും ഈ അവസരത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് അനുമോദിച്ചുകൊണ്ട് 25ാം വാർഷികത്തിന് എല്ലാ ഭാവങ്ങളും നേരുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. രജത ജൂബിലിയിൽ കിഫ്ബി ഉറപ്പാക്കുന്നു ധനലഭ്യത, ഗുണനിലവാരം, സമയക്രമം.